നമസ്കാരം. സോഷ്യൽ മീഡിയ അനാലിസിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സോഷ്യൽ മീഡിയ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ടോപ്പിക്ക് കൺസിഡർ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ആഴ്ച കാര്യമായിട്ട് ക്വാളിറ്റി ഉള്ള ഡിസ്കഷന് സാധ്യതയുള്ളതൊന്നും സോഷ്യൽ മീഡിയയിൽ നടന്നില്ല. വെറുതെ എന്തിനാണ് ഈ കഴിഞ്ഞ ദിവസം ആരോ വൊമിറ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെ വിടുകയാണ്. പല തവണയായിട്ട് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, കരുതൽ കൊണ്ടായിരിക്കാം അയച്ചു തന്നിട്ടുള്ള കുറേയധികം റീൽസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാനൊരു അഭിപ്രായം പറയണമെന്ന് ചില ആളുകളെങ്കിലും ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ അയച്ചു തരുന്നത്. വലിയ സന്തോഷമാണ് അത്തരത്തിലുള്ള ഒരു കൺസിഡറേഷൻ കിട്ടുന്ന സമയത്ത്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് റീൽസിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ നമ്മളുടെ പഴയ ബെച്ചിക്ക തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ബ്രിട്ടീഷ് വൈറ്റനിങ് ക്രീം വിറ്റ് കോടീശ്വരനാവാൻ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തി, ഒരു കാലത്ത് ഏറിപ്പോയ വ്യക്തിയാണ് അദ്ദേഹം. എന്തോ ഒരു പെട്ടെന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു പ്രത്യേക തരം റീലുമായിട്ടായിരുന്നു. അപ്പൊ ഞാൻ പൊറിയായി നിങ്ങളെ തപ്പുന്ന ഇല്ലെങ്കിൽ പൊറിയ നമ്മളെ ലേറിൽ കയറ്റാൻ 2-3 ആളെല്ലാം ഉണ്ടായിരുന്നല്ലോ, 2 മാസക്കാലോ. എവിടെ പോയി നിങ്ങൾ ഉറങ്ങാൻ പോയിനാ? എടാ മുത്തുമണികളെ ആന്ന് പണിക്ക് നിൽക്കിടാ, റോളെന്നെങ്കിൽ ആന്ന് പണിക്ക് നിൽക്ക്. ബാച്ചാമ അങ്ങനെ എയറിൽ കയറ്റുമ്പോൾ സാറില്ല മാടെന്നുണ്ടാവും, ഇങ്ങനെ പുറത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, അതാണ് ബ്രിട്ടീഷ് വൈറ്റിംഗ് ക്രീം. ഓക്കെ, ഇങ്ങനെ പറയുന്നല്ലോ, അതിട്ടെങ്കിൽ ക്യാൻസർ വരും, മറ്റേ മുഖം പൊള്ളും, അതെല്ലാം. ഏടാ നിങ്ങൾ പേടിച്ചിട്ട് അടങ്ങി നിന്നോ? പേടിക്കാത്ത കുറേ മലയാളികളുണ്ട്. അവരിപ്പോ തേച്ചിട്ട് ഉഷാറായിട്ട് പേടിച്ചിട്ട് പാറുന്നുണ്ട്. ഓക്കെ, നമ്മളില്ല ചട്ടിയിൽ മുദ്രിക്കാൻ വേണ്ടി കാണുന്നുണ്ട് ഈ ക്രീമല്ലോ, അറിഞ്ഞാ? അപ്പൊ നമ്മളെ മൂടിൽ നിന്നുണ്ടായിനാ? ഇല്ല, ഏടായില്ല, നിങ്ങൾ കാണിച്ചതാ. ഓക്കെ, അതെന്നെ ചെല്ലുന്ന കൈന്റെ പണിക്ക് നിൽക്കണവാ, ഇങ്ങനെ ട്രോളിക്കൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തില്ല നിന്നോട് പറയാനുള്ളത്, നീ ഒരു ട്രോളറാണെങ്കിലും നിന്നോട് പറയാനുള്ളത്, എനിക്ക് തെറ്റുപെട്ടോ പാറിക്കോ. ഭീഷണിയാണ് ഈ ചെങ്ങായി. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് വൻ ഭീഷണിയും പരിപാടിയൊക്കെ ആയിരുന്നു. എവിടെയാണ് നിൻ്റെ നമ്പർ താടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൻ പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ ചെങ്ങാടി ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഇറക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഏകദേശ ധാരണയുണ്ട്. നിങ്ങൾ ബൾക്കായിട്ട് എവിടെ നിന്നും എടുക്കുന്നു, നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൽ അതിനെ ഒന്ന് റീപാക്ക് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നു, അങ്ങനെയുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും രേഖകളോ കിടുതാപ്പുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോ തെറ്റാണ് എന്നുണ്ടെങ്കിൽ തിരുത്തി പറയാമെന്ന് ആ ചങ്ങായിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ എൻ്റെ വാട്സപ്പ് നമ്പർ താടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്രോശങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഈ പറയുന്ന ഈ നമ്പർ കൊണ്ടേ കണ്ടെടുത്ത് കൊണ്ടേ കൊടുക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന ഭീഷണികൾ പിന്നെ അയക്കുക, അതൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മെയിൽ ID ഉണ്ട്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ കിടുതാപ്പ് എല്ലാം കൂടെ അയച്ചു തരാൻ പറഞ്ഞ അതേ ഭാഷയിൽ പറഞ്ഞ് വിട്ട കേസാണ്. പിന്നീട് അത് വലിയ വാർത്തയാവുന്നു. ആ ഒരു വീഡിയോ നല്ലൊരു വ്യൂ കൗണ്ടിലേക്ക് പോകുന്നു, ചാനലുകൾ ചർച്ച ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ചങ്ങായിയെ കാണാനായിട്ടില്ലായിരുന്നു. പക്ഷേ അതേപോലത്തെ പല പേരിൽ പല ക്രീമുകൾ ഇറങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് ഇതൊക്കെ ഒരു പ്ലാന്റിലെ ഒരു ചെമ്പിനകത്തിട്ട് കൂട്ടണ സാധനമാണ്. ഇത് പല കുപ്പിയിൽ ഇറക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും സംഭവം വല്ലാത്ത സാധനം തന്നെയാണ്. ഇവൻ ജെട്ടിയിൽ മൂത്രമൊഴിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് കാണുന്ന ക്രീമാണെന്ന് പറഞ്ഞാലും ഞാൻ അന്ന് ഈ ചങ്ങായോട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ക്രീം കൂട്ടാനുണ്ടാക്കിയ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ്, എന്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ ലാബിൽ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, ഇത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഇതിനെ ഒന്ന് നോക്കിക്കണ്ടതിൻ്റെ റിപ്പോർട്ട്, അതേപോലെ തന്നെ ഈ സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്ന ഏജൻസികളുണ്ടല്ലോ, ഡ്രഗ് കൺട്രോൾ ബോർഡ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ രേഖകൾ ഒന്ന് അയച്ചു തരാൻ വേണ്ടി മെയിൽ ID കൊടുത്തിരുന്നു. പിന്നെ അങ്ങനെ കാണുന്നത് ഇന്ന് ഈ ഒരു റീലിലാണ്. ഇനി അത് കോമഡി ആയിട്ട് എടുക്കാം. അടുത്ത ഒരു റീല്. നമുക്കിപ്പോ ഹിന്ദുവായിട്ട് ഇവിടെ ജനിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് എത്രയോ പേരുടെ അവർ ജീവൻ ത്യാഗം ചെയ്തിട്ടാണ്, അവരവരുടെ ആ ഒരു ധർമ്മത്തെ മുറുക്കി പിടിച്ചിട്ടാണ് എന്നൊക്കെ ഉള്ളത് അറിയായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഒക്കെ ഉണ്ടാവും എന്നുള്ളത് എല്ലാ ഹിന്ദുക്കളും കാണുന്നത് വിജയിപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊന്നും നാളെ ഇവിടെ ഹിന്ദുവായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് കരുതണില്ല. നമ്മൾ ഹിന്ദുക്കളുടെ ശബ്ദമായി മാറുന്നു. അദ്ദേഹത്തോട് ഒരു ജന്മം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. വേറൊന്നും പറയാനില്ല. ഈ പറയുന്ന ചേച്ചിയുടെ പിറകിൽ ഒരു ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ആ ചേട്ടനാണ് ഭയങ്കര വീറ്റ്. ഇത് കേൾക്കുന്ന സമയത്ത് ആർക്കാണെങ്കിൽ ചിരി വരും എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാശ്മീരി ഫയൽസ് എന്ന് പറയുന്ന ഒരു സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്ന സമയത്ത് എനിക്കങ്ങോട്ട് പേടിയായിപ്പോയി.
ഞാനത് കാണാൻ പോകുന്നതിന് മുൻപ് തന്നെ 1-2 റീലൊക്കെ കണ്ടിരുന്നു. ഈ സിനിമയ്ക്ക് ശേഷം ഈ സംഘപരിവാർ പ്രവർത്തകർ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ എന്താ പറയുന്നത്, കൊലപാതക ആഹ്വാനം മുഴക്കുന്നതും എല്ലാവരും തീവ്രവാദികളാണ് എന്ന് ആരോപിക്കുന്നതും ഒക്കെ തിയേറ്ററിൽ ഇങ്ങനെ ഉള്ള വീഡിയോസ് ഇങ്ങനെ കണ്ട് പേടിച്ചിട്ടാണ് പോണത്. ഞാൻ തിയേറ്ററിൽ ചെന്ന സമയത്തും ഇതേപോലെ തന്നെ എല്ലാവരും നമ്മൾക്ക് കണ്ണിന് തന്നെ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ മനോഭാവം വെച്ച് പുലർത്തുന്ന രീതിയിലേക്ക് ഉള്ള ചിഹ്നങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. തിയേറ്ററിൽ ആ ഒരു കുറ്റാക്കൂരിട്ടിനിടയിൽ ചില കൈകളിൽ വർണ്ണശബളമായിട്ടുള്ള ചില ചരടുകളൊക്കെ കാണാനായിട്ട് സാധിച്ചു. അപ്പം ഇത് ആ ഒരു വികാരത്തിലാണ് പലപ്പോഴും ഇത്തരത്തിൽ ഈ മതം ഏതെങ്കിലും ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ തീവ്ര ഹിന്ദുക്കൾ ഇപ്പോൾ കാണുന്നത്. അതിന് നല്ല രീതിയിൽ വളവിട്ട് കൊടുക്കാൻ വേണ്ടി ഇഷ്ടം പോലെ സിനിമാ പ്രവർത്തകരുമുണ്ട്. ഒളിച്ചുകടത്തൽ എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ വിട്ട് ഇപ്പം ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി, ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി. ഇങ്ങനെ ഉണർത്തുന്നതിൻ്റെ ഇടയിൽ ചില ആളുകൾക്കൊക്കെ ബോധം വെച്ചിട്ട് ഇവർക്കെതിരെ തന്നെ തിരിയും. എന്നാലും ഇവരുദ്ദേശിക്കുന്ന കാര്യം ചില രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. ഒരു പേടി ജനിപ്പിക്കുകയാണ്. മറ്റുള്ള ആളുകളെ നോക്കിക്കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവണം. കാരണം നമ്മൾ പണ്ട് എല്ലാമായിരുന്നു, എന്നാൽ ഇന്നൊന്നുമല്ല. കാരണം നമ്മൾ അവരെയൊക്കെ അംഗീകരിച്ചു, അവർ തീവ്രവാദികളാണ്, അവർ മറ്റ് രാഷ്ട്രത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്നുള്ള തരത്തിലേക്കുള്ള പറച്ചിലുകളാണ്. അതേപോലെ തന്നെ അവർ ഇതിനെ നമ്മളുടെ ആ ഒരു സംസ്കാരത്തിൽ നിന്നിട്ട് ഒക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പേടി ജനിപ്പിക്കുകയാണ്. നമ്മളെ നാട്ടിലെ ഒരു വലിയ മജോറിറ്റി സ്ത്രീകൾ മെയിൻ റോള് വഹിക്കുന്ന പേരൻറ്റിങ്ങിലും ഇത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം വിദ്യാഭ്യാസമൊക്കെ നേടുന്നതിന് മുൻപ് തന്നെ വിവാഹം കഴിപ്പിക്കും. അപ്പം അതിനകത്ത് ഈ ഒരു മതചിന്ത വെച്ച് പുലർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും പേരൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അതുപോലുള്ള വീട്ടമ്മമാർക്കിടയിലൊക്കെയാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള കടുത്ത വർഗീയ രാഷ്ട്രീയമൊക്കെ കുത്തിവെക്കുന്നത്. അവരത് അതേപടി തന്നെ വീട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അവരത് എല്ലായിടത്തും കൊണ്ടുപോയി നടന്ന് പ്രചരിപ്പിക്കും. അപ്പോൾ ഇവരെല്ലാത്തിനും വികാരം കൊണ്ടാണല്ലോ സമീപിക്കുന്നത്. അങ്ങനെ വികാരം കൊണ്ട് സമീപിക്കുന്ന ആളുകളുടെ പേരൻറ്റിങ്ങിൽ നിന്ന് വരുന്ന ആളുകൾക്കും ഈ ഭൗതിക നിലവാരം ആർജിച്ചെടുക്കാനായിട്ട് വിദ്യാഭ്യാസം നേടിയതുകൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല. അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം. അത് ഇവിടെ ഇല്ല. വീടുകളിൽ പറ്റില്ല, നാട്ടിലിറങ്ങാൻ പറ്റത്തില്ല. എല്ലാം ഈ മതത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിക്കാണുന്ന ആളുകളിലേക്ക് നല്ല ടോക്സിക് ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസ് ഇതുപോലുള്ള സിനിമകൾ ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സിനിമ കണ്ടിട്ട് അവർ അത്രമാത്രം കരയണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ചില ന്യൂനപക്ഷ മതങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ കരയേണ്ടി വരും. പക്ഷെ അവരുടെ കരച്ചിലൊന്നും പുറത്ത് കാണത്തില്ല. ഈ കരച്ചിലുകൾക്കിടയിൽ ഇരവാദ കരച്ചിൽ കുത്തിക്കയറ്റി ചില തോന്നിവാസങ്ങൾ കാണിക്കാറുണ്ട്. ഈ മതം മൊത്തത്തിൽ നാശം പിടിച്ചൊരു സാധനമാണ്. ഈ മതത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പണ്ട് തിലകൻ ചേട്ടൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഷോർട്സ് റീൽസ് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യാം. ബെസ്റ്റ് ഇൻ്റർവ്യൂവർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ എവിടെ പോയെന്നുള്ളതാണ് അറിയാൻ കഴിയാത്തത്. എന്ത് രസമായിട്ട് കൂളായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദൈവവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അത് വലിയൊരു പോയിന്റ്. അത് അച്ഛനും അമ്മയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അച്ഛനും അമ്മയും പറഞ്ഞ് നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നല്ലേ അർത്ഥം. അപ്പൊ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. ഈ കുറ്റം ചെയ്യുന്നവരും സ്വയം ഭയമുള്ളവരുമാണ് വേറെ എന്തിനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നത്. കുറ്റം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പോയി കുമ്പസായിരിക്കും. ചിലർ ക്രിസ്ത്യാനികൾക്ക് കുമ്പസായിരിക്കും. അത് ഞായറാഴ്ച ദിവസമാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ കുറ്റം ചെയ്യാൻ തുടങ്ങും. വീണ്ടും ഞായറാഴ്ച കുമ്പസായിരിക്കും. കാരണം നീ ഹിന്ദു ആണെങ്കിൽ ആ അമ്പലത്തിൽ പോയി ദൈവമേ എന്നോട് എല്ലാ കൊല്ലവും മലയ്ക്ക് പോകും. ഇതൊക്കെ ഇവന്റെ കുറ്റബോധം കൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ. പിന്നെ ഈ മുൻജന്മ പാപം എന്നൊക്കെ പറഞ്ഞെനിക്ക് മനസ്സിലായത് അത് വിശ്വസിക്കുന്നില്ല. ഇല്ല, ഒറ്റ ജന്മേ ഉള്ളൂ. അല്ല, ജന്മമുണ്ട്. ജന്മം എന്ന് പറയുന്നത് നമ്മളിപ്പോ രൂപവ്യത്യാസം വരും. നമ്മളൊന്നും നശിക്കുന്നില്ല. നമ്മളുടെ കോമ്പണൻസ് എല്ലാം ഈ ഭൂമിയിലെ വെച്ച് അന്തരീക്ഷത്തിൽ അവശേഷിക്കും. അത് കുറെ കഴിയുമ്പോൾ ഇത് രൂപം കൊണ്ട് വേറൊരു രൂപത്തിൽ വരും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു ജന്മം ഉണ്ടെന്ന് വിശ്വസിക്കില്ല, പക്ഷെ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ തിലകൻ എന്ന് പറഞ്ഞ നടന് എന്താവാനാണ് ആഗ്രഹം? ജന്മം ഉണ്ടെങ്കിലല്ലേ? അല്ലല്ലേ, ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ജന്മം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ. ഉറപ്പായിട്ടും. പിന്നെന്തിനാ ഞാൻ എന്റെ ആഗ്രഹം പറയുന്നത്? അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ല. ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ കൗമാര കാലഘട്ടത്തിൽ എന്നോ കേട്ടതാണ്. അന്ന് ദൈവവിശ്വാസത്തെക്കുറിച്ചിട്ട് വളരെ ലൈറ്റായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനായിട്ട് ഇത് എനിക്ക് തോന്നി. ഇതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയുമായിട്ടൊക്കെ വാഗ്വാദത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഇതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത വേറൊരു ഐഡിയോളജി അവരുടെ മുൻപിൽ പറയായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം അന്ന് എത്രത്തോളം പക്വതയുള്ളതാണ് എന്നുള്ളത് എനിക്കറിയില്ല.
ഈ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ പുകഴ്ത്തലാണ്. നിങ്ങൾ വലിയവനാണ്, നിങ്ങൾ മാസാണ്, നിങ്ങൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ച് പോകണടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാഴ്ത്തലും പുകഴ്ത്തലുമാണ്. പക്ഷേ ഒരു മൊറാലിറ്റി പെർസ്പെക്റ്റീവിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണ്? ഈ അമിത പ്രശംസ, അഹങ്കാരം, വാഴ്ത്തൽ, പുകഴ്ത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണു പോകരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളോട് പറയും. എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അപേക്ഷ, കാലുപിടുത്തം, കരച്ചിൽ, പരിപാടി, പുകഴ്ത്തൽ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ പുകഴ്ത്തിയിട്ടും കാല് പിടിച്ചിട്ടും പേടിച്ചിട്ടും കിട്ടുന്ന അനുഗ്രഹങ്ങളോ കിട്ടുന്ന മനസ്സമാധാനമോ എനിക്ക് വേണ്ട. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗം, അവസാനത്തിൽ നമുക്ക് കിട്ടുന്നൊരു സ്വർഗം. ഇപ്പോൾ അങ്ങനെ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് എൻ്റർ ആവുന്നതിന് മുൻപ് ദൈവം പറയാണ്, നീ എന്നെ വാഴ്ത്താത്തോണ്ടും പുകഴ്ത്താത്തോണ്ടും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പാട്ട് പാടാത്തോണ്ടും നിന്നെ ഞാൻ അകത്തേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതേപോലെ തന്നെ നല്ലതൊക്കെ ചെയ്തിട്ടും ഈ പറയുന്ന ഷോ ഓഫുകൾ നടത്താത്തത് കൊണ്ട് നിനക്ക് ഈ പറയുന്ന നല്ല ഒരു മരണാനന്തര ജീവിതത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, നല്ല രീതിയിൽ നമുക്ക് മനസാക്ഷിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത്, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത്, നമ്മളോട് തന്നെ ജെന്യുവനായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മനസ്സമാധാനമാണ്. ഈ മതം വിട്ടിട്ടുള്ള ഒരു ആത്മീയത എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഞാനത് പല സാഹചര്യങ്ങളിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മതം എന്ന് പറയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡിഫറൻസ് വന്നു. ആളുകളെ ഇങ്ങനെ തിരിച്ച് നിർത്തുന്ന ഒരു സെറ്റപ്പ് വന്നു. അവിടെ ദേശങ്ങൾ വരുന്നു, അവിടെ കൾച്ചർ വരുന്നു, അവിടെ അനുഷ്ഠാനങ്ങൾ വരുന്നു, എല്ലാത്തിനകത്തും വേർതിരിവുകളാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സത്ത അങ്ങോട്ട് പോയി, നമ്മുടെ ആത്മീയതയുടെ സത്ത പോയി. നമുക്ക് എല്ലാവരെയും തുല്യമായിട്ട് കണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ മനസ്സിനെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുന്നതിനകത്താണ് ആ ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ അതിൻ്റെ നിറവ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഷ, ദേശം, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, മതം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വേർതിരിവ് മറന്നിട്ട് ലോകമേ തറവാട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതെൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോന്നലാണ്. പിന്നെ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ വിചാരിക്കും നമുക്ക് ഈ മതനിന്ദ അല്ലെങ്കിൽ മതവിശ്വാസികളോടുള്ള എതിർപ്പ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ചിന്തയിൽ പല സമയത്തും കടന്നു പോകേണ്ടി വരും. ആ ഒരു സമയത്ത് അവർ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രവൃത്തികളിലെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആർക്കും ഉപദ്രവമില്ലാതെ ഒരിടത്തിരുന്നിട്ട് ഈ വാഴ്ത്തലും പുകഴ്ത്തലുമായിട്ടിരിക്കുന്നതിന് നമുക്ക് എന്താണ് പ്രശ്നം? പക്ഷേ ആളുകൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ചിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും ചോദ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുന്നത് മറ്റേ മത തീവ്രവാദ മനോഭാവത്തെ ഒരു ബൈ പ്രോഡക്റ്റാണ്. സോഷ്യൽ മീഡിയയിലേക്ക് ഇന്നലെയും കണ്ടു ഈ തുല്യവേതനത്തെക്കുറിച്ചിട്ട് മതവിശ്വാസികൾക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വേർഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു തീവ്ര മതവാദിയെ. ഭയങ്കര മോശമാണ്. നമ്മളുടെ നാട്ടിലാണ് അത്തരത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ രൂപപ്പെട്ടു വരുന്നത്. പേടിക്കണം. മറ്റേ ചേച്ചി പേടിക്കുന്നത് പോലെയല്ല, എൻ്റെ പൊന്നേ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള പേടിയല്ല. പേടിക്കണം. നമ്മളുടെ ഒരു തലമുറയിലുള്ള ആളുകൾ ഇങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു സമയത്ത് അവർ ഈ എക്സ്ട്രീമിസ്റ്റായി പോകുന്ന സാധനത്തെ നമ്മൾ പേടിക്കണം. അത് ഹിന്ദുവായിട്ട് പോയാലും മുസ്ലിമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് പോയാലും എല്ലാത്തിൻ്റെയും എക്സ്ട്രീമിസം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഇനി അടുത്ത ഒരു റീല് ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് അയച്ചു തന്നാണ്. മധ്യപ്രദേശിൽ നിന്നിട്ടുള്ള ഒരു റീലാണ്. നോർത്തിൽ പുതിയൊരു ട്രെൻഡ് വന്നിരിക്കുന്നു. ഈ റേപ്പ് ആരോപിക്കുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ കേസിൽ പെടുന്ന ആൾക്കാർ, അവരുടെയൊക്കെ വീടും ബാക്കി കാര്യങ്ങളൊക്കെ JCBക്ക് അങ്ങ് പൊളിച്ചു കളയാണ്. നമ്മളുടെ നാട്ടിൽ നമ്മളുടെ പോലീസുകാരും ഇങ്ങനെ ഒരു PR സ്റ്റണ്ട് നടത്താറുണ്ട്. ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞ് മുട്ടസൂചി കേസിൽ വൻ ഷോ ഇറക്കും. പിന്നെ നമ്മുടെ പോലീസുകാർക്ക് കമ്പാരിറ്റീവ്ലി നോർത്തിലെ പോലീസുകാരെക്കാളിലും കുറച്ചും കൂടെ ഒരു പക്വത പല കാര്യങ്ങളിലും പുറത്തുള്ള പ്രകടനത്തിലെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ അവരിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചില മോശം കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അത് ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് റേപ്പ് അക്യൂസ്ഡ് ആണ്. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ചിലപ്പോൾ ഒരു 90% കേസിലും ഇങ്ങനെ പോലീസ് അന്വേഷണമൊക്കെ നടത്തിയിട്ട് കുറ്റവാളി ആരോപണ വിധേയനാവുകയോ അല്ലെങ്കിൽ അറസ്റ്റിലാവുകയോ ചെയ്യുന്ന സമയത്ത് ശരിക്കും അയാൾ കുറ്റം ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ കോടതി വിധിക്ക് മുൻപ് തന്നെ ഈ ഒരു പോലീസിൻ്റെ ഷോ ഓഫ്, ആ ഒരു വീട് പൊളിച്ച് കളയുക, അതേപോലെ തന്നെ പോലീസുകാർ തന്നെ JCBക്കകത്ത് കയറി നിന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ബുൾഡോസർ അങ്ങനെ പറയണമെന്നാണ് പറയുന്നത്. JCB എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം ആണല്ലോ. അപ്പോൾ അതിനകത്ത് കയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ അത്രയധികം വിശ്വസിക്കുകയും ഈ ഒരു PR സ്റ്റണ്ടിൽ പെട്ടുപോവുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നാളെ ഇവരൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരനല്ലാത്ത ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ കൊണ്ട് കുറ്റക്കാരനാക്കി മാറ്റി പബ്ലിക്കിൻ്റെ മുൻപിൽ നിന്ന് മറ്റൊരാളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ വഴിയെ തന്നെ കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പോലീസിങ് നമ്മളുടെ ഒരു ജനാധിപത്യ സംവിധാനത്തെയും അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതിയെയും ചെയ്തിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് മോറൽ പോലീസിങ്ങും ഈ തരത്തിലുള്ള പോലീസിങ്ങും ഒക്കെ വലിയ പ്രശ്നം തന്നെയാണ്. ഇത് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് വിട്ടിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഇവിടെ കണ്ട റീൽസിനെ കുറിച്ചിട്ട് നിങ്ങൾ അയച്ചെന്ന റീലുകളാണ്. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. എൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് യോജിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് പറയണമെന്ന് യൂട്യൂബ് പാർട്ട്ണർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിന് വളരെ റീച്ച് കുറവാണ് പോലും, അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.